അങ്ങനെ നമ്മുടെ കോട്ടേജ് എത്തിൻ്റെ കണ്ടില്ല, ഇതിൻ്റെ വ്യൂ കണ്ടില്ല, ഫുൾ മരങ്ങളൊക്കെ ഉണ്ട്, നല്ലോണം മരങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇച്ചിരി മുമ്പോട്ടുള്ള വ്യൂ ഇച്ചിരി ബ്ലോക്കാണ്, എങ്കിലും കുഴപ്പമില്ല, സാരമില്ല. അതെ നമ്മുടെ റൂം അതാണ് കേട്ടോ, നമ്മളത് ബാക്കോടെ വെച്ചിട്ടുണ്ട്. അതെ അത്യാവശ്യം വലിയ റൂമാണ്. അതേ 2 ഡബിൾ ബെഡ്റൂമുണ്ട് അവിടെ. അതേതാണ് ബാത്റൂം, അത്യാവശ്യം നല്ല വൃത്തിയും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല ക്ലീനാണ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ. ആ മുമ്പിൽ കാണുന്നതാണ്. ഇവിടെ ആക്ച്വലി എന്താ പറയുക, അത് വലിയ റിസപ്ഷനോ അങ്ങനെ ഫ്രണ്ട് ഓഫീസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് സെൽഫ് ചെക്കിനാണ്. അവിടെ ഒരു കെയർടേക്കർ 1-2 പേരൊക്കെ ഉണ്ടാവും. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ റൂം സർവീസ് ബോയ്സ്, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അല്ലാതെ റിസപ്ഷനായിട്ട് ഇങ്ങനെ വലിയ ഓഫീസ് റൂമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരിക, നമ്മൾ ഇന്ന റൂമെന്ന് പറയുക, റൂമില്ല ഇന്ന ആളാണ് പേര് പറയുക, ഫോൺ നമ്പറൊക്കെ പറഞ്ഞാൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അവർ ഇന്ന റൂം നമുക്ക് തരും. അപ്പോൾ അതാണ് സംഭവം ഇവിടുത്തെ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനങ്ങനെ മേലെ താഴേക്ക് ഇറങ്ങി വന്നത്, അത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇവിടെ കണ്ടില്ല, ഫുൾ കല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിരക്ക് റോഡ് ഇങ്ങനെ നന്നായി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട് എന്ന് തൊട്ടപ്പുറത്ത് ഒരു ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മഡ് ഹൗസും കൂടെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ല, ഇവിടെ ഒരു മഡ് ഹൗസ് എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതേ അങ്ങ് ദൂരെ കാണാം കേട്ടോ മഡ് ഹൗസ്. നമ്മളപ്പോൾ അങ്ങനെ ഏകദേശം ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ കുറേ 5-8 കോട്ടേജ് ഉണ്ട്, സംഭവമൊക്കെ ഇൻഡിവിജ്വലി ചക്ക മേലെ. അതെ ഇവിടെ ഒരു വള്ളിയൊക്കെ പടർപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല വെള്ളിയൊക്കെ വന്നിട്ട് നല്ല രസമായിരിക്കും കാണാൻ. അത്യാവശ്യം നമ്മുടെ മഴ പെയ്യുന്ന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ മഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പാറ കാണാം. ഇവിടെ 2 മരമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മുടെ എന്താ പറയുക എൻട്രൻസ്, മഡ് ഹൗസിലേക്ക് പോകാനുള്ള എൻട്രൻസ്. മഡ് ഹൗസ് ഓൾറെഡി ഓക്യുപ്പൈ ആയി തോന്നുന്നു. നമ്മളത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇത് കണ്ടില്ല, നല്ല രസമുണ്ട്. മഡ് ഹൗസ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ വൈഫൈ ഒക്കെ ഇരിക്കുന്നത് കാണാം, ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് പുറകിൽ തന്നെ വലിയ ഒരു പാറയുണ്ട്. അതിൽ നിന്ന് നമ്മളെ ഉറവ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, വെള്ളം. ഇവിടെ രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. മീൻസ് അത്യാവശ്യം ആകെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്താ പറയുക, നാച്ചുറലായിട്ട് ഇവിടെ പുറത്ത് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൂടും ഒക്കെ അകത്തേക്ക് വരും. ഈ മഡ് ഹൗസ് ഫുള്ള് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി കേട്ടോ. ഫുള്ള് മരവും മണ്ണും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ട്. ഇതിന് മുമ്പിൽ 2-3 പ്ലാസ്റ്റിക് ചെയർ വെച്ചിട്ടുണ്ട്. ബാക്കി ആ തൂണിലൊക്കെ മറ്റേ നമ്മുടെ കയറ്, ചൂടിക്കയർ, ഞങ്ങൾ പാലക്കാട് ചൂടി എന്ന് പറയും. ആ കയർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. മേലെ കഴിപോലൊക്കെ കണ്ടിട്ടുണ്ട്. മരങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഓട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ അങ്ങനെ നമ്മളതൊക്കെ കണ്ടത് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും ഒരു കോട്ടേജാണ്. അത് കുറച്ചുകൂടെ നമ്മുടെ റിസപ്ഷൻ്റെ അടുത്താണ് കോട്ടേജൊക്കെ. നമുക്ക് എന്തായാലും റൈറ്റ് സൈഡിൽ മേലെ സെൻട്രലായിട്ട് ആ സെൻട്രലിൽ കാണുന്നതാണ് നമ്മുടെ. ഓക്കെ, നമ്മളങ്ങനെ കുറച്ചൊന്ന് മുമ്പോട്ട് വന്നിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നമ്മുടെ കുറേ കാലം മുമ്പ് വന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് മറ്റേ ട്രക്കിങ്ങോ അല്ലെങ്കിൽ ജീപ്പ് സഫാരിയോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ആ ജീപ്പൊക്കെ പോകുന്നത് കാരണം എന്താ പറയുക, ഇവിടെ ഇഷ്ടംപോലെ ജീപ്പ്, നമ്മുടെ കമാൻഡർ ജീപ്പ്, ആ ജീപ്പ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് സഫാരി വേണ്ടവർക്ക് അതുകൊണ്ട് കേട്ടോ, നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. ആ ഒരു പാക്കേജൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളാകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്നും പോകുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ എന്തെങ്കിലും കറങ്ങാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ റിസോർട്ടിൻ്റെ നമ്മുടെ ഇത് കാണാൻ പറ്റും, ഗോൾഡൻ ഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതേ ഒരു ബസ് അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് പോയപ്പോൾ സംഭവം എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ, അതായത് ഇവിടുത്തെ കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്താണ് ഈ ഒരു ഹോട്ടൽ കേട്ടോ, ഈ ഒരു റിസോർട്ട്. അങ്ങനെ നമുക്കിവിടെ മിനിസ്റ്റേഴ്സ് മാൻഷൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്ത് കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീപ്പൊക്കെ നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം സഫാരി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. ഇവിടെ കുറച്ച് അങ്ങോട്ട് മറ്റേ എന്താ പറയുക, ബ്രഹ്മകം പോയിൻ്റ് എന്നിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പോയി നമുക്ക് നോക്കിയിട്ട് വരാം. സംഭവം ഞാൻ എന്തായാലും ഒരു ജീപ്പ് കിട്ടുമെന്നൊന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. സംഭവം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ സംഭവം എന്ന് കാണാനുള്ളത്. ഇത് വില്ലേജ് ഓഫീസിൻ്റെ ഒക്കെ അടുത്താണ് നമ്മുടെ ഈ പറയുന്ന റിസോർട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മണം പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കട്ടെ ഇവിടെ സംഭവം
വണ്ടി കിട്ടും. ഞാനപ്പോൾ നമ്മളങ്ങനെ ഇവിടെ പോയി നമ്മുടെ റിസോർട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കടക്കാരനും പറഞ്ഞത് ആ ജീപ്പ് ആകെ 500 രൂപയുള്ളൂ, അവിടെ നിന്ന് പോയിട്ട് വരാം, അത്രയേ ഉള്ളൂ. മീൻസ് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവർക്ക് ഓൾറെഡി ട്രിപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ കൊണ്ടുവിട്ട് നമ്മളവിടെ കറങ്ങുമ്പോഴേക്ക് വേറെ ആൾക്കാരെ കൊണ്ട് പിക്ക് ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, അങ്ങനെ ദൂരെ കണ്ടില്ല, മലയൊക്കെ നന്നായിട്ട് നല്ല ഫോഗ് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തണുപ്പ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം എപ്പോഴും എന്താ പറയുക, മൂന്നാറിനെയും കാട്ടിയും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ് നമ്മുടെ കാന്തല്ലൂർ. ഞങ്ങൾ പണ്ട് പോയപ്പോൾ അത് തന്നെയായിരുന്നു സ്ഥിതി. അങ്ങനെ നമ്മളിതേ ജീപ്പ് ഉണ്ട്, വലിയൊരു ജീപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലത്തെ ജീപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഗോഡ് ബ്ലസ് യു എന്നുള്ള ജീപ്പിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ചേട്ടൻ്റെ ജാക്കറ്റ് മാറ്റി ഞാനവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ നമ്മുടെ ജീപ്പ് നല്ല രസം. ഒരു ജീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ സംഭവം. രക്ഷയില്ല ജീപ്പ്. എല്ലാവർക്കും അതല്ല, എല്ലാവർക്കും ജീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാലം തന്നെയുണ്ട്. അപ്പം ഞാനങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ചാടിക്കറി ഇരുന്നിട്ടുണ്ട് കേട്ടോ സംഭവം. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക ഭ്രമരം പോയിന്റ്. ഇവർക്ക് ഈ ജീപ്പ് നമ്മുടെ ബ്രോക്ക് ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീൻ ടൂറിസം കൊണ്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് മറ്റേ ജീപ്പ് ചേട്ടൻ അടിപൊളിയായിട്ട് നല്ല സൂപ്പറാണ്. അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മൂപ്പര് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ട് വിടാം, എന്നിട്ട് നിങ്ങൾ കഴിയുന്ന സമയത്ത് അവിടെ ഫുള്ള് കണ്ടിട്ട് എല്ലാം കണ്ടിട്ട് അവസാനം വിളിച്ചാൽ മതി, ആ സമയത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് നമ്മളങ്ങനെ മുമ്പോട്ട് യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് അത്യാവശ്യം ചെറിയ റോഡാണ്. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓണൊക്കെ അടിച്ചാൽ വഴിയുള്ള സ്ഥലമുള്ള ഭാഗത്ത് നമ്മൾ വണ്ടി എത്തുമ്പോൾ ബാക്കിയുള്ളവർ കയറിപ്പോരും. അങ്ങനെയാണ് സംഭവം കേട്ടോ. ഈ കുറേ ഭാഗങ്ങളൊക്കെ നല്ല ഇറക്കം നല്ല കയറ്റമാണ്. കണ്ടില്ല, നല്ല ഇതിപ്പോൾ നല്ല ഇറക്കമാണ് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ഫീൽ ആവുമെന്ന് അറിയില്ല, പക്ഷേ നല്ല ഇറക്കമുണ്ട്. പിന്നെ റോഡ് അത്യാവശ്യം മോശം കൂടിയാണ്. ജീപ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും പൊക്കോളും. പേരെങ്ങനെ? എൻ്റെ പേര് മാർഷൽ. എൻ്റെ പേരാണ് പള്ളിയുടെ അവിടെയാണോ? അവിടെ തന്നെ. അതെ, കളമശ്ശേരിയിൽ മറ്റേ ഗവൺമെൻറ് ഐ ടിയിൽ. ഓക്കെ. പിന്നെ എൻ്റെ ചേട്ടന്മാർ കളമശ്ശേരി സൗത്തിലായിരുന്നു. ഓ ശരി. അതെയാ, അതെയാ. അപ്പോൾ തന്നെ വീട് ഇതൊന്നും മരോ? ഇത് ബ്രാൻഡി പ്ലൈവുഡിന്. പ്ലൈവുഡിന് വേണ്ടി അല്ലേ? ഇത് റോൾ ചെയ്ത് പ്ലൈവുഡ്. അതെ അതെ, ചെറിയ മരം. ഭ്രമരത്തിലെ ഏത് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്? എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ടോ 2 ഷോട്ടോ ഉള്ളു സിനിമയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഞങ്ങൾ തപ്പിയിട്ട് കിട്ടിയില്ല. അതെ, സിംഗിൾ ഷോട്ടാണ്. അതെ, അത് പക്ഷേ നെല്ലിയാമ്പതിയിലാണ് ചിലപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ എഡിറ്റ് ചെയ്തു ഇങ്ങനെ അതിൻ്റെ ഇത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ?
സാറ് പിടിക്കണം. മറ്റേ പുൽത്തൈലത്തിൻ്റെ അല്ലേ? ഞാൻ പണ്ട് വന്നാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജീപ്പ് ഇവിടെ നിൽക്കും. ആക്ച്വലി അവർക്ക് വേറെ ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജീപ്പ് ചേട്ടൻ പറഞ്ഞ ഇവിടെ നമ്മൾ കറങ്ങിയിട്ട് കഴിയാറാകുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, 10 മിനിറ്റിൽ നമ്മളിവിടെ എത്തിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി നമ്മൾ ജീപ്പ് ചേട്ടനെ വിട്ടിട്ടുണ്ട്. അവിടെ വേറെ കുറേ ജീപ്പൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണേ. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഏകദേശം പുൽത്തൈൽ ഉണ്ടാക്കുന്ന സംഭവം. ഇത് ഞങ്ങൾ പണ്ട് വന്നപ്പോൾ എന്താണേ 3-4 ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചോദിച്ചില്ല സംഭവം എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ എന്തായാലും അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൽ കൂടെ പോയാലൊരു എന്താ പറയുക ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 2 എന്താ പറയുക ഏർമാടം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇത്തിരി കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു ഏർമാടാണ്. ഇത് കയറണമെങ്കിൽ അന്ന് അത് മഴയൊക്കെ പെയ്ത് നല്ലോണം നനഞ്ഞിരിക്കുക. അപ്പോൾ കയറിയില്ല. അവിടെ 2 ജീപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പ് ചേട്ടനല്ല ബ്രോ നമ്മളാക്കിയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ ഇവിടെ സ്പെൻഡ് ചെയ്തോളൂ. ബോറടിക്കുമ്പോൾ വിളിച്ച് അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, അതായിരിക്കും. ഓക്കെ, ശരി. അതേ ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോക്കട്ടെ ഇവിടെ ഏത് വഴി കൂടിയാണ് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇവിടെ ബ്രഹ്മരം പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആക്ച്വലി ജീപ്പ് ബ്രോ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല, പടത്തിലൊന്നും ഈ ഒരു സീന് കണ്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞേ. അത് അവിടെ നമ്മളങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതാണ് അവിടെ കേട്ടോ, കുറച്ച് ദൂരത്താണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഉള്ളത്. ആക്ച്വലി ഇവിടെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഏതൊക്കെ വ്യൂ പോയിൻ്റ്, ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ ജില്ലയാണ് കാണാൻ പറ്റുന്നത് നോക്കി. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പോകട്ടെ. ഞാൻ പണ്ട് വന്നപ്പോഴും ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണുമ്പോഴാണ് ഏകദേശം ഓർമ്മ വന്നത്. അതേ കുറച്ചുകൂടെ നമ്മളൊന്ന് മുമ്പോട്ട് പോകണേ. ഇന്നിപ്പോൾ രാത്രിയൊക്കെ ആവാറായി. ഇനി വലിയ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും ചെറിയൊരു പേടി വെച്ചിട്ട് ഇതേത് മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ടോ? ആരെയും കാണാനും ഇല്ല. ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം ഇപ്പം നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായിട്ടോ സംഭവം. അപ്പോൾ അത് കാരണം അതേ അവിടെ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ മലകളുണ്ട് ഇവിടെ ചുറ്റും, ഇഷ്ടം പോലെ മലകൾ, ഇങ്ങനെ ചെറിയ ചെറുതും വലുതുമായ ഇങ്ങനെ എന്താ പറയുക മലകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ഇവിടെ പാറയൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. ടെൻറ്റ് സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ടോ? നമുക്ക് ടെൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അത് കഴിഞ്ഞപ്പോൾ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും കാര്യം ഇവിടെ ഒന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയ തന്നെയാണ്.
അവിടുന്ന് നമ്മളെ പുൽത്തൈൽ ഉണ്ടാക്കുന്ന ആ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു അകത്ത് കയറാൻ പറ്റുമോ ചോദിച്ചപ്പോൾ കയറാം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതിവിടെ സൂര്യകാന്തി, ഞങ്ങൾ പണ്ട് വരുമ്പോഴും ഇതേ സൂര്യകാന്തി ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതേ സൂര്യകാന്തി അല്ല, വേറെ സൂര്യകാന്തി. ഓക്കെ, ഇതേപോലെ തന്നെ അന്നും ഇതേപോലെ ഇവിടെ ഇങ്ങനെ സൂര്യകാന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിട്ടാ. നമ്മളപ്പോൾ അങ്ങനെ നേരെ ഹട്ടിൻ്റെ അകത്തേക്ക് വന്നേ. ഇതാണ് കത്തിക്കുക. ഇതൊക്കെ വർക്ക് കഴിഞ്ഞാണോ? ഓക്കെ ഓക്കെ, വർക്ക് ഇന്നലെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇതിൽ കൂടെ പുല്ലിടും. ഇതിൽ കൂടെ പുല്ലിടും. പുല്ല് ആവിയായിട്ട് വരുമ്പോൾ ഇതിന് മേലെ കൂടെ എങ്ങനെയും പോയിട്ട് ഇതിൽ കൂടെ പോയി തണുത്തിട്ട് എവിടെ സ്റ്റോറേജ് എവിടെയാ? ഇത് പിരിഞ്ഞാണ് അതിൽ സ്റ്റോർ ആവും. ഇവിടെ സ്റ്റോർ ആവും അല്ലേ? ഇവിടെ സ്റ്റോർ ആവും. ഓക്കെ ഓക്കെ, ഇതാണ് പുൽത്തൈല. ഓക്കെ, ഇതാണ് പുൽത്തൈല അല്ലേ? അതെ അല്ലേ? മതി മതി. ഓ അത് ശരി, കുറേ കത്തിച്ചാൽ കുറച്ച് കിട്ടും. അതെയാ? ചേട്ടൻ പേരെന്താ? പഴനിസ്വാമി. ഊരെവിടെയാണ് അപ്പോൾ? ഗ്രാമതാ? ഓ അത് ശരി. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് കയ്യിൽ തേച്ചത് നല്ല മണമൊക്കെ ഉണ്ട്. പുൽത്തൈലെന്നുണ്ട് 150 രൂപയുണ്ട് ഇതിന്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അത് കുറേ ഉണ്ടാക്കിയാൽ അപ്പോൾ ആ കാണിച്ച ചെമ്പില്ല, അത് ഫുള്ള് ഉണ്ടാക്കിയാലാണ് ഏകദേശം ചെറിയ കുഞ്ഞു ബോട്ടിൽ കിട്ടുന്നത്. വളരെ കുറേ പുല്ലിട്ട് കത്തിച്ച് അത് ആവിയായിട്ട് അതിൽ നിന്ന് കുറേശ്ശെ തുള്ളി തുള്ളിയായിട്ട് വീണിട്ടാണ് ഇതൊന്ന് എന്താ പറയുക ശേഖരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഈ പുൽത്തൈലത്തിൻ്റെ പുല്ലുകളാണ്. ഇതെല്ലാം വെട്ടിയാണ്. നമ്മൾ അങ്ങോട്ട് പാറ ഉണ്ടാക്കാൻ പോയില്ല, അവിടെ പോകുന്ന വഴിക്കൊക്കെ ഇതുണ്ട്. ഓക്കെ, കുറേ പേരൊക്കെ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ജീപ്പ് ബ്രോ വരാമെന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ എത്തുന്ന കുറേ ഭാഗം കുറച്ച് ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇവർ ഇപ്പോൾ ഈ പുൽത്തൈല ഉണ്ടാക്കുന്നത് ഇവരുടെ ഊര് എന്ന് പറയുന്ന നാട് എന്ന് പറയുന്നത് കുറച്ച് മേലെ, ഇവിടെ മരയുടെ മേലെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഒരു ഏർമാടത്തിലുണ്ട്. മറ്റേ ഏർമാടം കുറച്ചുകൂടെ ഭയങ്കര വലിപ്പമുണ്ട്, ഭയങ്കര വലുതാണ്. എനിക്കാണ് ഇച്ചിരി ഹൈറ്റ് ഓഫ് ഹോബിയാണ്. ഹൈറ്റ് മേലെ കയറി വെച്ചിട്ട് പേടിയാണ്. അപ്പോൾ അതുമല്ല, ആ മരം ഫുള്ള് നന്നായിട്ട് മഴ പെയ്ത് നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണേ. ശരി, അങ്ങനെ നമ്മളിത് അടുത്ത് കുഞ്ഞൊരു ഏർമാടുണ്ടാകും. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചത്. അതിലിപ്പോൾ പയ്യെ കയറട്ടെ. മൊബൈലാണ് ഞാൻ ഇപ്പോൾ പിടിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഹോൾഡർ ഒന്നുമില്ല, അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് വേണം കയറണമെങ്കിൽ. നോക്കട്ടെ എങ്ങനെ കയറാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും അതെ അകത്തെന്താ ഉള്ളത് നോക്കാട്ടോ. അത്യാവശ്യം നല്ല ബലത്തിൽ അവർ കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. ഇതൊക്കെ ഒരു എന്താ പറയുക ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾ വന്ന് എന്തെങ്കിലും അവർ പുൽത്തൈലൊക്കെ വാങ്ങിച്ചാലാണ് അവർക്ക് എന്തെങ്കിലും കയ്യിൽ കാശൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ കടകൾക്കൊക്കെ അവർ ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതേ അടിയിൽ ഓട്ടോയൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏർമാടം. എന്താ നന്നായിട്ട് ഇത് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് പുല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതാണ് ഇവിടുത്തെ വ്യൂ. നേരെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ജീപ്പുകൾ അവിടെ കാണാൻ പറ്റും. നമ്മളങ്ങനെ അകത്ത് കയറിയപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു ഭാഗമുണ്ട്. ചെറിയൊരു കുഞ്ഞു റൂം, നല്ല രസമല്ലേ. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ. നല്ല ചൂട് ചായ, നല്ല പരിപ്പടിയും കെട്ടി കുശാലി അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ ഹട്ട് ഇത്രയും മരത്തിൻ്റെ മേലെ ഇങ്ങനെ ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും സമ്മതിച്ചു. ഇവിടെ നല്ല വ്യൂവും കൂടിയിട്ട് കേട്ടോ. ഒരു ചെറിയ ചാറ്റൽ മഴയും കൂടെ വേണമായിരുന്നു. അങ്ങനെ നമ്മുടെ ജീപ്പ് ബ്രോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് കസ്റ്റമറെ കൂടി കിട്ടിയിട്ടുണ്ട്. ജീപ്പ് അത്യാവശ്യം ഫുള്ളുണ്ട്. ജീപ്പിൻ്റെ ലൈറ്റൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗി. അത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കുറച്ച് സ്ട്രെച്ച് ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. ഭയങ്കര ഓഫ് റോഡാണ് മീൻസ് ക്യാമറയിൽ അധികം അങ്ങനെ വിസിബിൾ അല്ല, പക്ഷേ ഇവിടെ ഭയങ്കര ഓഫ് റോഡാണ്.
അതാണ് നമ്മളെ വന്ന ജീപ്പ് കേട്ടോ. അവർക്ക് കുഴപ്പമില്ലല്ലേ, ശനി ഞായർ അത്യാവശ്യം ബിസിനസ്സൊക്കെ കിട്ടുമല്ലോ.